എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് ഞങ്ങൾ പുതിയൊരു ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതെ, നമ്മുടെ നിലവിലുള്ള നമ്മുടെ തോക്കുമാരൻ്റെ വണ്ടിയുടെ അനിയനാ. അതെ അതെ, ചെറുതായിട്ട് റിലേഷനിലുള്ള ആളാ. അതെ. അപ്പം ഇനിയും ഞങ്ങൾ രണ്ടുപേർ വന്നുള്ളൂ ഇന്ന്. അപ്പോൾ നമുക്ക് എന്നാ പറയുന്നത്, ഇത് നമ്മളൊരു സുഹൃത്ത് എടുത്ത വണ്ടിയായിരുന്നു. പക്ഷെ അവർ ഈ വലിയ വണ്ടിയാണെന്നും ഇത്ര ഓടിച്ചുകൊണ്ട് നടക്കാനൊക്കെ ഉള്ള അവർ കാറൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറേ നാളായിട്ട് എന്നോട് പറയാ, ഈ വണ്ടി നിങ്ങൾ കൊണ്ടുപോയി അവിടെ ഇട, ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തോ, നിങ്ങൾ കൊണ്ടുപോയിക്കോളാന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ഗോഡൗണിൽ ഇട്ടേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തു. അപ്പൊ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആളെ ഏറ്റെടുത്തു. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി ഇത് ആർക്കെങ്കിലും കൊടുക്കോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചാൾ ഓടിച്ചോണ്ട് നടക്കുകയോ ഒക്കെ ചെയ്യാം. ബാക്കി പരിപാടികളൊന്നും തീരുമാനമായിട്ടില്ല. ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തോക്കുമാരൻ്റെ വണ്ടിയുടെ അവസ്ഥയല്ല ഇതിന്. അതിലും കുറച്ചുകൂടെ ഇവർ കൊണ്ടുവന്നിട്ട് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷനുണ്ട്. മെക്കാനിക്കലി എല്ലാം പണികൾ അവർ ചെയ്തു. പിന്നെ ക്യാബിൻ്റെ ഒന്നും വലിയ പണിയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലെന്നുള്ളേ ഉള്ളൂ. കാണാൻ ഇത്ര ലൊക്കൊന്നും ഇല്ലെന്നുള്ളേ ഉള്ളൂ. വണ്ടി കുറച്ചുകൂടെയൊക്കെ കണ്ടീഷനാണ്. ചെറിയ അതേ ഉള്ളൂ. ക്യാബിനൊക്കെ ഇച്ചിരി അലമ്പൊക്കെ ഉണ്ടെന്നുള്ളേ ഉള്ളൂ. അല്ലാതെ വലിയ പ്രശ്നമില്ല. ബാക്കി സംഭവം എല്ലാം റെഡിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതൊക്കെ ഇത് എടുത്താൽ നമുക്ക് നാട്ടിലേക്ക് അങ്ങ് പോരുക. അല്ല, നമ്മൾ ആദ്യം ലോറിയെ നമ്മളൊരു ട്രിപ്പ് പോകണമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതിപ്പോ നേരെ ഉൾട്ടടിച്ച് നമ്മൾ സ്റ്റാലിയനിലായി ഞങ്ങൾ. അതെ, അങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന, പക്ഷെ അതിന് പറ്റിയ ലോഡ് കിട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അന്നേരമാണ് ഈ കേസ് ഓർത്തത്. എന്നാൽ പിന്നെ ഇവനെ കൂട്ടിക്കൊണ്ട് വന്നേക്കാന്ന് പറഞ്ഞു. അപ്പം എന്നാ പിന്നെ വണ്ടി എടുത്തു. അപ്പം സ്റ്റാലിയനുമായിട്ട് വീട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീറ്റ് ബെൽറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അതിപ്പോ ക്ലച്ച് വേറെ ആരെങ്കിലും വന്ന് ചവിട്ടേണ്ടി വരും. സീറ്റ് ആദ്യം ഇച്ചിരി പാടല്ലേ. നമ്മുടെ ആദ്യം നമ്മള് വണ്ടി കൊണ്ടുവന്നപ്പോഴും ഇതുപോലത്തെ സീറ്റ് അല്ലായിരുന്നു. എനിക്ക് കുറച്ച് കാലത്താൻ പാടാ. എന്നാലും കുഴപ്പമില്ല. എണീറ്റ് വന്നപ്പം ഓടിക്കാന്നുള്ളത് ക്ലിയർ ആയി. പോട്ടെ. മറ്റേ വണ്ടി കൊണ്ടുവന്നപ്പോ സീറ്റ് ബെൽറ്റ് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. ഇത് കുറച്ച് പണികളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ സീറ്റ് കുറച്ച് മാറ്റണം. ഈ സീറ്റ് സെറ്റ് ആവില്ല. സീറ്റ് അത് അപ്പോൾസറി ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഒരു സുഖമില്ല. ഭാരത് ബെൻസിന്റെ ടിപ്പർ എത്രയാണോ കിടക്കുന്നെന്ന്. നമ്മുടെ വണ്ടി 2010 മോഡലാ. ഇത് 2012 മോഡൽ വണ്ടിയാണ്. പിന്നെ ഇതിങ്ങനെ ചാടി പൊക്കോണ്ടിരിക്കുക. കുതിരപ്പുറത്ത് പോകുന്നവരുണ്ട്. പിന്നെ AC ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. നല്ല ചൂടുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് അടയ്ക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൗണ്ടൊക്കെ കയറി വരുന്നുണ്ട്. വെളിയിൽ നിന്നുള്ള സൗണ്ടൊക്കെ. പിന്നെ ഗ്ലാസ് ആദ്യത്തേക്കല്ലേ, അതുകൊണ്ട് തന്നെ എഞ്ചിൻ സൗണ്ട് അകത്തേക്ക് കയറി വരും. നല്ല ചൂടാ. വണ്ടി ഓടുമ്പോ ചെറിയൊരു കാറ്റുള്ളതുകൊണ്ട് ചെറിയ ആശ്വാസം. സത്യം. മെയിൻ ഡ്രൈവറെ വിളിച്ചാ അന്നേരം പിന്നെ മുട്ട് പറഞ്ഞു. അതെ, അന്നേരം പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എൻ്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ സ്റ്റാലിൻ എടുക്കാൻ പോയത് ചേട്ടനും അനിയനും കൂടെ ആയിരുന്നു. അതെ, അന്ന് മുത്തിന് വരണമെന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ആഗ്രഹം ഇതോടുകൂടി അങ്ങ് തീർത്താക്കാന്ന് വെച്ചു. അതെ, കൊള്ളാട്ടോ. ഇത് നമ്മള് ഇപ്പൊ ആകാശത്തിരുന്ന് ഓടിക്കുന്ന പോലെ ഒന്ന് ചാടുമ്പോ പൊങ്ങി പോവാ സീറ്റ്. പക്ഷെ രസമുണ്ട് ഓടിക്കാൻ. ഫുള്ള് സൗകര്യത്തില് AC-ക്കകത്തിരുന്ന് വണ്ടി ഓടിക്കുന്ന പോലെ അല്ലല്ലോ. ഇച്ചിരി കണ്ടീഷൻ AC ഇല്ലാത്ത വണ്ടിയും ഇങ്ങനെയൊക്കെ ഓടിച്ചാലേ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇത് ഓടിക്കുന്നത് വേറൊരു സുഖമാണ് ഇങ്ങനെ ഓടിക്കുമ്പോ. പണ്ട് ഇപ്പൊ ഈ സ്റ്റിയറിംഗില് മൊത്തം ഇരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലല്ലോ. അപ്പം പണ്ട് ലൈലന്റ് വണ്ടി കൊണ്ടുവന്നിട്ട് ചേസ് അല്ലേ കിട്ടുന്നേ, തമിഴ്നാട്ടിൽ കൊണ്ട് ബോഡി കെട്ടുകയല്ലേ ചെയ്യുന്നേ. അന്ന് ഈ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള സീറ്റ് ഒന്നും ഇല്ല. ഇനി ഉണ്ടായാലും എല്ലാരും എന്നായെന്നറിയോ, ആ സീറ്റ് എടുത്താൽ കളയും. എന്നിട്ട് ഒരു കസേര പോലെ പറഞ്ഞ പ്ലാസ്റ്റിക് കെട്ടി വെക്കുക. ഫിക്സ് ആയിട്ട് ഒരു പൈപ്പ്, ഒരു 6 ഇഞ്ച് വണ്ണമുള്ള ഒരു പൈപ്പ് കാണും. ആ പൈപ്പിലേക്ക് ഈ സീറ്റ് ഉണ്ടാക്കി ചുമ്മാ പ്ലാസ്റ്റിക് കെട്ടി അങ്ങ് വെക്കുക. അയ്യോ, എന്നെ പാടെന്നറിയാം അതിലിരുന്ന് ഓടിക്കാൻ. തെന്നിപ്പോവുകയും ചെയ്യും.
അപ്പോൾ അത് പണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ആ വണ്ടി എടുത്തപ്പോൾ നമുക്ക് ആ ബെൽറ്റ് പോലുള്ള സീറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള. അത് ഞങ്ങൾ മാറിയൊന്നുമില്ല. അപ്പോൾ ഈ വരുന്നവരെല്ലാം ഈ കമ്പനി വരുന്ന സീറ്റ് എടുത്ത് മാറ്റിയ ഒരാൾ എന്നാണോ ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്യുക. ഈ സീറ്റ് അഴിച്ച് മാറ്റിയിട്ട് ഈ പ്ലാസ്റ്റിക് കെട്ടിയ സീറ്റ് വെക്കുമായിരുന്നു. നമ്മളത് മാറിയില്ല, അത് തന്നെ വെച്ച് ഓടിച്ചു. അങ്ങനെ പിന്നെ കുറേ പേര് അങ്ങനെ വെക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ആ പരിപാടി നിർത്തി. അല്ലെങ്കിൽ കമ്പനി വരുന്ന സീറ്റ് ചീപ്പ് വിലയ്ക്ക് കിട്ടുമായിരുന്നു. അന്ന് എനിക്ക് വന്ന 1000-1500 രൂപ കൊടുത്ത സീറ്റ് കിട്ടുമായിരുന്നു. എല്ലാവരും ആരും വെക്കുന്നില്ല, തമിഴ്നാട്ടിലെങ്കിലും ആരും വെക്കുകയല്ലായിരുന്നു. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കെട്ടി വെക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് കെട്ടി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഹോളുണ്ട്, ചന്തി ചൂടാകുകയില്ല ഒത്തിരി നേരം ഇരുന്നാലും. അതതിൻ്റെ ഒരു ഇത് പറയുന്നത്. പക്ഷേ ബെൽറ്റ് ഇട്ട സീറ്റിലും ആ പറയുന്ന പ്രശ്നമൊന്നുമില്ല. അതേപോലെ 2004 ലാസ്റ്റിൽ പവർ സ്റ്റിയറിംഗ് വരുന്ന ലോറിയിൽ 2004 ലാസ്റ്റിലാണ്. അന്നേരം ആദ്യം കുറച്ച് പേരൊക്കെ ഈ പവർ സ്റ്റിയറിംഗ് മാറ്റി വീണ്ടും മാനുവലാക്കിയ ആൾക്കാരുണ്ട്. എന്ത് മണ്ടത്തരാന്ന് പറഞ്ഞു നോക്കിയേ. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറെ കാലം വണ്ടി കൂടുതൽ വന്ന് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിന്റെ വില മനസ്സിലായി. എന്നാ വെച്ചാൽ നമുക്ക് 2003 ഒരു വണ്ടിയുണ്ട്, അത് പവർ സ്റ്റിയറിംഗ് ഇല്ലായിരുന്നു. ഈ 2004 തൊട്ട് പിന്നെ വന്ന വണ്ടികളെല്ലാം പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. ആ 2 വണ്ടി പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതായിരുന്നു. പിന്നെ വന്നതൊക്കെ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയായിരുന്നു. അപ്പം പിന്നെ ആ വണ്ടിയിലും കൂടെ നമ്മൾ എന്നിട്ട് പവർ സ്റ്റിയറിംഗ് കയറ്റി. കമ്പനിക്കാരന് ഒരു സാധനം ഇറക്കിയാലും ഒരു കാര്യമില്ലാതെ കൊണ്ടുവരികയല്ലോ, അങ്ങനെ പോലും ചിന്തിക്കുന്നില്ല. അന്നേരം പവർ സ്റ്റിയറിംഗ് പാടാന്നും പറഞ്ഞുകൊണ്ട് അഴിച്ചു കളയായിരുന്നു. ഇപ്പൊ പവർ സ്റ്റിയറിംഗും AC ഉള്ള വണ്ടിയിലെ ഡ്രൈവർമാർ പോവുള്ളൂ ലോറിയിലൊക്കെ. പോകുന്നവരുണ്ട്, അങ്ങനല്ല. ഇപ്പൊ നമ്മള് ഞാൻ പറയാം, ഒരു കമ്പനി ജോലി ചെയ്യുമ്പം ആ വണ്ടിയെ ഇപ്പൊ ഒരു പകുതി വണ്ടിക്ക് AC ഉണ്ട്, പകുതി വണ്ടിക്ക് AC ഇല്ലാന്ന് വെച്ചു. AC ഉള്ള വണ്ടിയിലെ ഡ്രൈവർമാർ പോവുള്ളൂ, AC ഇല്ലാത്ത വണ്ടിയെ പോകല. വേറെ കമ്പനിയിൽ AC ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ അവിടെ ഇപ്പൊ 10 വണ്ടിയുണ്ട്. ഈ 10 വണ്ടിയിൽ AC ഉണ്ടെങ്കിൽ, അല്ല 1-2 വണ്ടി AC ഇല്ലെന്ന് വെച്ചോ, അതേ പോകത്തില്ല. അതാണ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത്. AC ഇല്ലാത്ത വണ്ടി എന്തായാലും ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഇറങ്ങുന്ന എല്ലാം AC ഉള്ള വണ്ടികളായിരിക്കും. അതുകൊണ്ട് കാലക്രമേണ പഴയ വണ്ടികളെല്ലാം പോയി കഴിയുമ്പോൾ എല്ലാ വണ്ടി AC ആവും. പക്ഷെ AC ഉണ്ടാ നല്ല സുഖമാണ് കേട്ടോ. എന്നാ വെച്ചാൽ ഈ അല്ലെങ്കിൽ ഈ കാലാവസ്ഥ വലിയൊരു പ്രശ്നമല്ലേ. ഇച്ചിരി തണുപ്പ് വന്നിരുന്നെങ്കിൽ. അല്ല, ഇതിനകത്തൊരു ഫാൻ ഉണ്ടായാലും മതിയായിരുന്നു. ഫാനും ഇല്ല. ഫാനുണ്ടാ, ഫാനിട്ടാലും ചെറിയൊരു കാറ്റ് കിട്ടിയാണ്. നാളെ എവിടെയെങ്കിലും നിർത്തി ഫാൻ മേടിച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതൊക്കെയാലും ഒരു മൊബൈൽ ചാർജറൊക്കെ ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല, അത് ചാർജ് ആവുന്നുണ്ട്. പിന്നെ മെക്കാനിക്കലി എല്ലാം കണ്ടീഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോവാം. അന്നത്തെ പോലെ വഴി കിടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വഴി കിടക്കുകയല്ല, അതിനുള്ള വണ്ടിയെല്ലാം നല്ലപോലെ ഇവര് ചെയ്താ. ഇന്നവര് നമ്മൾ വരുന്നോണ്ട് വണ്ടി നല്ലപോലെ സർവീസ് ചെയ്തൊക്കെ ഇട്ടേക്കായിരുന്നു. അതെ, നമ്മളാ ഒത്തിരി നാള് മുമ്പ് ഇവര് എനിക്ക് വന്ന ഇത് പറയാൻ തുടങ്ങിയപ്പോ പുള്ളി 3-4 മാസമായിരുന്നു എനിക്ക് തോന്നുന്നത്. നല്ല വഴിയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ ചാട്ടമില്ല. അല്ലെങ്കിൽ നല്ല ചാട്ടോ. ഇഞ്ചിൻ സൗണ്ട് കേട്ടോ, കൊള്ളാം അല്ലേ? ആ വണ്ടിയുടെ സൈഡിൽ കൂടെ വന്നപ്പോഴേ നല്ല സൗണ്ടാ. ആ കാല് കൊടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ട്രിപ്പ് നമ്മള് അല്ലേ? ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, പെട്ടെന്നായിരുന്നു. നമുക്കൊരു സർപ്രൈസ് ആയിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ഞാനേ ആദ്യമായിട്ടാ ഇതുപോലെ AC ഒന്നും ഇല്ലാത്ത വണ്ടിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പോകുന്നത്. അത് ശരിയാ, ഓടിക്കുന്നത്. പക്ഷെ നമ്മള് പണ്ട് എനിക്ക് തോന്നുന്നത് 2016 ഒരു പ്രാവശ്യം ലൈലൻഡ് 12 വീലില് ബോംബെക്ക് പോയതല്ലേ? അന്ന് പോയതാ, അല്ലാണ്ട് പിന്നെ AC ഇല്ലാത്ത വണ്ടി പോയില്ല. പിന്നെ എല്ലാം ഭാരത് ബെൻസ് അല്ലായിരുന്നോ? അതെ, അതിനും ആ വണ്ടിക്ക് അന്ന് AC ഇല്ലായിരുന്നു. ലൈലൻഡ് പോയപ്പോ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ 66 ആണേലും ഫുൾ AC അല്ലേ? എല്ലാ വണ്ടി AC-യാ. എല്ലാം AC-യാ. അതുകൊണ്ട് പിന്നെ അങ്ങനെ AC ഇല്ലാത്ത വണ്ടി അങ്ങനെ അധികം ലോങ് ഓടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ AC ഇല്ലാണ്ട് ഇനിയിപ്പോ ആദ്യമായിട്ടാ ഇത്രയും ദൂരം. നമ്മളെ ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡിൽ കൂടെയാ വന്നോണ്ടിരുന്നത്. നമുക്ക് ഇറങ്ങാറായി. അതെ, നമ്മള് ബാംഗ്ലൂർ റോഡിലേക്ക് ഇറങ്ങാം. എയർപോർട്ട് റൈറ്റിലേക്ക്, ബാംഗ്ലൂർ റോഡിൽ NH 44
താഴേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് ഇറങ്ങി NH44 കയറുക. നമ്മുടെ അതിൻ്റെ ബാഗിലെ പടുതായൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ ഒരു ലുക്കുള്ളൂ അല്ലേ? സ്റ്റാലിന്റെ ലുക്ക് അപ്പോഴേ ഉള്ളൂ. ബാഗിലെ പടുതയും അതൊക്കെ ഉണ്ടായിരുന്ന ഇവര് എന്തോ പരിപാടിക്ക്, അതായത് ഗണപതി ഇല്ലായിരുന്നു, ഗണേശോത്സവം, എന്തോ പരിപാടിക്ക് ഇതേലെ മറ്റേ പടുതയൊക്കെ മാറ്റിയിട്ട് ഗണപതിയെ മറ്റേ ഇതില് ഒഴുക്കാൻ കൊണ്ടുപോയല്ലേ നദിയില് നിമഞ്ജനം ചെയ്യാൻ. ഗണേശ ചതുർത്ഥി അത് തന്നെ, വിനായക ചതുർത്ഥി, ഗണേശ ചതുർത്ഥി വിനായക ചതുർത്ഥി രണ്ടും ഒന്ന് തന്നെയാ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ നേരം ഈ ടോപ്പെല്ലാം അവര് കട്ട് ചെയ്ത് മാറ്റിയതാ. ഓടിച്ച് നല്ല ബാലൻസ് ആയില്ലേ? നല്ല ബാലൻസ് ആയി. കേറി ഇരുന്നപ്പോ ഉള്ള ഇതാണ്. പക്ഷെ കേറി ഇരുന്നപ്പോ എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. കാരണം നാളെ സ്റ്റാലിനൊക്കെ ഓടിച്ചൊരു ഇതായതുകൊണ്ട് ആദ്യം കേറി ഇരുന്ന അത്രയും പാടൊന്നും ഇല്ലായിരുന്നു. ആ കേറി ഇരുന്നപ്പോ നമ്മൾ ആ പെട്ടെന്ന് ആ ചാരിയുള്ള ഇരിപ്പങ്ങ് പോയതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ NH44 കയറി നേരെ ബാംഗ്ലൂർ, ഒരു 550 കിലോമീറ്റർ. 2016 ലൈലൻഡ് വണ്ടിയില് പൂനെക്ക് പോയി ഓർക്കുന്നുണ്ടോ? 12 വീലില്. അന്ന് എത്ര 18 13 അല്ല 12 13 വയസ്സേ ഉള്ളൂ. നമ്മുടെ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നമ്മുടെ ആ വണ്ടി ചാടിയതല്ലേ? ആ വണ്ടി ചാടിയതാ. അന്ന് 13 വയസ്സേ ഉള്ളൂ. അതെ. അന്നേരം അന്ന് ഓർക്കുന്നുണ്ട് അവിടെ കോഴിക്കോടിന് ഇപ്പറേ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഒതുക്കി നിർത്തിയിട്ട് അയ്യോ ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യമായിട്ട് ആദ്യമായിട്ട് ലോറിയിൽ അത്രയും അടുപ്പിച്ച് പോകുന്നത്. അതെ. എന്നിട്ട് അവിടെ നേരത്തെ നമ്മള് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ? കുക്ക് ചെയ്തു. അന്ന് കോഴിക്കോട് ഭയങ്കര ബ്ലോക്ക് ആയിട്ട് നമ്മൾ അന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചൊക്കെ രാത്രിയിലൊക്കെ പോയത്. രാത്രിയിലാ പിന്നെ അവിടെ അടുത്ത് പോയത്. അതിനല്ല ആ ട്രിപ്പിൽ ആദ്യമായിട്ട് റോഡ് ആക്സിഡന്റ് ഞാൻ നേരിട്ട് കാണുന്നത്. മറ്റേ നമ്മളെ എല്ലാപ്പുരം വനത്തിൽ വെച്ച് ഈ രണ്ട് മറ്റേ സ്കൂട്ടർ ഒരു കാറിന്റെ ലോറിയുടെ ബാക്കിൽ കയറി നോക്കുന്നത്. ലോറി ബ്രേക്ക് ഡൗൺ ആയി കിടന്നു. അതിന്റെ പുറകിലേക്ക് സ്കൂട്ടറിൽ ഈ വണ്ടി കിടക്കുന്ന കാണാൻ ഇടിച്ചങ്ങ് കയറി. നമ്മളിങ്ങനെ ആ കയറ്റം കയറി ഇങ്ങനെ അങ്ങ് ചെല്ലുമ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല അത് കണ്ടിട്ട്. രണ്ടുപേരും സ്പോട്ടിൽ തീർന്നുപോയി. വെച്ചാ ഫ്രണ്ട് ഇരുന്ന ആള് വണ്ടി ലോറിയുടെ പുറയിലോട്ട് കയറി ഒടിഞ്ഞിങ്ങനെ നടപ്പുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്കത്. അയ്യോ നമ്മള് ഭാരത് ബെൻസും ഉണ്ടായിരുന്നു കൂടെ. ശരിക്കും ഭാരത് ബെൻസ് അല്ല പോയത്. ഭാരത് ബെൻസിൽ പോയിട്ട് പിന്നെ നമ്മള് ആ വണ്ടി കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ലൈലൻഡിലേക്ക് വരികയായിരുന്നു. കുറെ എന്നിട്ട് ലൈലൻഡില് യാത്ര ചെയ്യുകയും ചെയ്തു. കുക്ക് ചെയ്യാൻ നല്ല സൗകര്യമാണല്ലോ, ക്യാബിനകത്ത് ഇഷ്ടം പോലെ ഇടയല്ലേ. അന്ന് പക്ഷേ നല്ല സുഖമായിരുന്നു. ഇപ്പോഴത്തെ പോലല്ല, മഴ സമയമായിരുന്നു. ലോണവാലയൊക്കെ ഓർക്കുന്നുണ്ടോ? നല്ല മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിരുന്നു അല്ലേ? ഭയങ്കര രസമാണ് ആ സമയത്ത് അതിലെ യാത്ര ചെയ്യാൻ. ബംഗളൂരു 529 കിലോമീറ്റർ. ഹൈദരാബാദ് ബാംഗ്ലൂർ റോഡ് മിക്കവാറും നല്ല തിരക്കാ. 4 ലൈൻ ആ വഴിയൊക്കെ നല്ലപോലെ റെഡിയായി, എന്നാലും മിക്കവാറും തിരക്കുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കൊള്ളാം. സീറ്റിംഗ് ഒക്കെ ശരിയായി. കുറച്ച് വലിഞ്ഞു തൂങ്ങിയാണല്ലോ ഇപ്പൊ ഞാൻ ചാരിയിരുന്നു. ആദ്യം ചാരത്തില്ലായിരുന്നു അല്ലേ? ആദ്യം ചാരത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പിന്നെ ചാരി ഇരുന്നിട്ട് ഇറങ്ങിയിരുന്നു. ചാരി ഇരിക്കാം. കാലെത്തും എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങ് എത്തിക്കാം. അങ്ങനെ അറ്റെത്തും, ഒരു തുമ്പെത്തും, അത്ര മതിയല്ലോ. ഇന്നങ്ങനെ നമ്മള് നേരം വെളുക്കുന്നിടം വരെ ഓടുവാണോ? എന്താ പരിപാടി? ഉറക്കം വരുന്നിടം വരെ ഓടിക്കാന്നാണ് പദ്ധതി. പക്ഷെ ഇന്നലത്തെ ഉറക്കം അത്ര ശരിയായിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഉറക്കം വരുമ്പം റൂം എടുത്ത് കിടക്കാം. ഇതാ ഭയങ്കര ചൂടുമായിരിക്കും. പിന്നെ രാത്രി ചൂടില്ല കേട്ടോ. രാത്രി ചൂടാണല്ല, ചൂടുണ്ടാവത്തില്ല, കൊതുകടി ഉണ്ടാവും ചിലപ്പോ. കൊതുകുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ രാത്രിക്ക് ഓടിക്കാനാ സുഖം, ചൂടില്ലല്ലോ. ചൂടില്ല, ഞാനും അത് ആലോചിച്ചു. രാത്രി ഓടിച്ചിട്ട് പകല് കിടന്ന് ഉറങ്ങി എന്നിട്ട് ഉച്ച കഴിയുമ്പോ എടുക്കാം. പകല് രാത്രിക്ക് ഓടിക്കുകയാണെങ്കിൽ നല്ല തണുപ്പുമായിരിക്കും, ചൂടുമില്ല, സുഖമായിട്ട് കിലോമീറ്റർ ഓടിയെത്തും. സത്യം. പകല് നല്ല ചൂടായിരിക്കും, പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ഭയങ്കര. പിന്നെ ഞങ്ങള് കൊണ്ടുവന്നതിലുവേ ഈ വണ്ടി പിന്നെ ക്യാബിനും ഒക്കെ കുറെ നീറ്റാ, നല്ലപോലെ എല്ലാം ക്ലീനാ. വണ്ടിക്കകത്ത് നിറച്ച് പൊടിയല്ല വരുന്നത്. കഴിയാലും പോകത്തില്ലായിരുന്നു. വണ്ടിക്കകത്ത് പൊടിയില്ല, വെളിയിൽ അടിക്കുന്ന പൊടിയോളൂ. അത്രേ ഉള്ളൂ. ഇപ്പം ക്യാബിനകത്തല്ല, അല്ലേ തന്നെ ഇവരെല്ലാം നീറ്റാക്കിയതാ. അതിനെ കുറച്ചൊക്കെ പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് വലിയ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീൽ ബെയറിങ് 2 ഉള്ളതിനകത്ത് 1 ഉള്ളായിരുന്നു ഫ്രണ്ടില്. അവിടെ ചെന്ന് അഴിച്ചൊന്നും പറ്റിയില്ല. അതെ ആണ്.
പറഞ്ഞാലേ ഇപ്രാവശ്യം പിന്നെ അങ്ങനെയുള്ള പ്രശ്നമില്ല, അങ്ങനെ പേടിക്കണ്ട. കാര്യം നമ്മൾ കണ്ടിന്യൂസ് പോയാൽ 1100 കിലോമീറ്ററേ ഉള്ളൂ. ഈ പെട്ടെന്ന് എന്തായാലും ഇരുന്ന് ചാടിച്ചാടിയേ മടുക്കും, നടുവിന്റെ പണി. അതെ, അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ ഇങ്ങനെയുള്ള വഴിക്ക് കുഴപ്പമില്ല, എന്നാലും നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുത്ത് പതുക്കെ അങ്ങ് പോയാൽ മതി. ഞാൻ കുറച്ച് ഓടിക്കാം, എവിടെയെങ്കിലും വീതി ഉള്ളിടത്ത് നിർത്ത്. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാ റോഡിൽ. അപ്പം ഡ്യൂട്ടി ചേഞ്ച് ആകുക. ഷിഫ്റ്റ് മാറുമല്ലേ? ഷിഫ്റ്റ് മാറുമല്ലേ? മാറുക. നല്ല തണുത്ത കാറ്റ്, ആ ചൂടൊക്കെ അങ്ങ് പോയി. പോയേക്കാന്നാ? പോയേക്കാം, വണ്ടി എടുത്തോ. കിലോമീറ്റേഴ്സ് ഓടാനുണ്ടെന്ന്. അതെ, പെട്ടെന്ന് പോയാൽ നടുവിനധികം പണി കിട്ടാണ്ട് പോയിട്ട് വരാം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ അടി കുതിരപ്പുറത്ത് പോന്നാൽ ഇങ്ങനെ പോവാം. അതെ, ഗിയറിനെ ചെറിയ കട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടികളുടെ എല്ലാം ഗിയർ അങ്ങനെ കേട്ടോ, ചെറിയ കട്ടിയൊക്കെ ഉണ്ട്. കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റിയല്ല. വണ്ടി കുറച്ച് റഫാണ്. അതെ, എല്ലാം അതുപോലെ ആയിരിക്കും. ഇവിടെ എല്ലാം റോഡിന് വീതി കൂട്ടിക്കൊണ്ടിരിക്കുക, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു ലൈനേ ഓപ്പൺ ഉള്ളൂ. സമയം 8:30 ആയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇന്നലെ ഒന്നും ഒട്ടും ഉറക്കം ശരിയായില്ല. ഫ്ലൈറ്റിന് വരികയൊക്കെ ചെയ്ത് ഒട്ടും ഉറക്കം ശരിയായില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇന്ന് നേരത്തെ ഒതുക്കാം, ഹൈവേ ഉറങ്ങാം. അതെ, രാവിലെ ആയിട്ട് പോവാം. ഈ ഹൈവേ റോഡ് സൈഡിൽ നിന്നും റൂമൊന്നും നോക്കിയിട്ടാണില്ല, നമുക്ക് ഇച്ചിരി ടൗണിലേക്ക് കയറിപ്പോവാം. ടൗണിലേക്ക് കയറിപ്പോയി എവിടെയെങ്കിലും നല്ല റൂമും എല്ലാം കിട്ടുകയാണെങ്കിൽ ഒതുക്കി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ നാളെ ഇച്ചിരി നേരത്തെ ഏറ്റുപോകാം. നേരത്തെ ഏറ്റുപോകാന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നടപടിയാകുമെന്ന് തോന്നില്ല. എന്നാലും രാവിലെ നേരത്തെ ഏറ്റുപോകാൻ ശ്രമിക്കാം. നേരത്തെ ഏറ്റുപോയാൽ എന്നാ ഗുണമെന്ന് വെച്ചാൽ രാവിലെ തിരക്കാവുന്നതിന് മുമ്പേ കുറച്ച് ദൂരം നമുക്ക് ഓടിയെത്താം. പിന്നെ വേണേ ഉച്ചയ്ക്ക് വെയിലൊക്കെ ആവുകയാണെങ്കിൽ കുറച്ച് നേരം ഒതുക്കി എവിടെയെങ്കിലും നിർത്തുകയും ചെയ്യാം. ശരിക്കും ക്യാബിന് ഇച്ചിരി കൂടെയൊക്കെ AC വല്ലതും ഉണ്ടെങ്കിൽ ഇതിനകത്ത്, അല്ലെ ഫാനൊക്കെ ഉണ്ടെങ്കിൽ വേണം ഇതിനകത്ത് വേണമെങ്കിലും കിടന്നുറങ്ങാം. ഇതിനകത്ത് പക്ഷെ ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ. അതെ, ചെറിയ ബെഡ് സീറ്റാ, ഒരാൾക്കേ കിടക്കത്തില്ല. അല്ലെ ക്യാബിനകത്ത് കിടന്നാൽ മതി, നല്ല സുഖമാണ്. നേരത്തെ ആയിട്ട് പോവുകയും ചെയ്യും. റൂമിൽ കിടന്ന രാവിലെ കേൾക്കുകയില്ല, അതാ കുഴപ്പം. നമുക്ക് വേണം ഞാനും ചെയ്ത പോലെ കുറച്ച് ഷെയ്ഡ് മേടിച്ച് വെക്കാം, എന്നിട്ട് ഇത് കിടന്നുറങ്ങാം. ഫാനില്ല, നിങ്ങൾ അന്ന് അവിടെ തണുപ്പല്ലായിരുന്നു. ഞങ്ങള് പോയപ്പോ തണുപ്പായിരുന്നു. ഫാൻ നോക്കാം നമുക്ക്. ഇവിടെ ഭയങ്കര ചൂടും അത് തന്നെയല്ല, കൊതുകും കാണും. നല്ല ഭയങ്കര കൊതുവായിരിക്കും. ഹൈവേ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈവേ എന്ന് കണ്ട ടൗണ് 8-10 കിലോമീറ്ററൊക്കെ ഉള്ളിലോട്ടാണ്. അതുകൊണ്ട് വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഹൈവേയിൽ അതുകൊണ്ട് വലിയ തിരക്കൊന്നും വരത്തില്ല. ചൂടായതിൻ്റെ ഇവിടെ എല്ലാം തണ്ണിമത്തൻ, പല ഐറ്റം തണ്ണിമത്തൻ കണ്ടോ, പച്ചയും മറ്റേ ആ ഡാർക്ക് പച്ചയും ഒക്കെ, ഫ്രൂട്ട്സുകൾ ഇഷ്ടം പോലെ. ചൂട് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ടോ അന്തരീക്ഷത്തിലൊരു പാത്രം നിൽക്കുന്നുണ്ടോ, കാപ്പിപ്പാത്രം. ഇതേ മെഹബൂബ് നഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മെഹബൂബ് നഗർ മുത്തന്നായിരുന്നു വായിച്ചത്. എല്ലാം തട്ടുകടകളല്ലേ? തട്ടുകടകൾ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല തിരക്കും ഉണ്ട് എല്ലായിടത്തും. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കടകളുണ്ട്. ഫ്രൂട്ട്സിന്റെ സമയം ഇനിയിപ്പം വേനലാകുന്നോണ്ടേ. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാലേ, ചൂട് തുടങ്ങിയാൽ എന്നാ ചൂടാന്നറിയോ? ഭയങ്കര ചൂടാ, പിന്നെ നിൽക്കാനും ഒന്നും പറ്റത്തില്ല. ഭയങ്കര ചൂടാ. ഇവിടെ ഒരു കടയെ നിർത്തി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. അതെ, റൂം ഇതുവരെ സെറ്റായിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും റൂമും കൂടെ കൂട്ടി കിട്ടിയില്ല. അപ്പൊ ഇനിയിപ്പം നോക്കണം. അപ്പൊ മുന്നോട്ട് തന്നെ പോവാം. പിന്നെ നമുക്ക് വീണ്ടും ഹൈവേ പോയി മുന്നോട്ട് തന്നെ പോവാം. ഹൈവേ പോയി മുന്നോട്ട് പോവാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് വഴിയില്ലല്ലേ, ഹൈവേയിലോട്ട് പോയേക്കാം. നോമ്പല്ലേ ഇപ്പം, അതാ ഈ തിരക്ക്. ഞാനും അതെ, ചിത്ര ഇരുട്ടായിട്ട് എന്ത് തിരക്കെന്ന്. ശരിയാ. നാരായണപേട്ട്, റായ്ചൂർ 105 കിലോമീറ്റർ.
അപ്പോഴേ നമുക്ക് എവിടെയെങ്കിലും കിടന്നാക്കാം ഇന്ന് എന്നാണേലും. ആ നമുക്ക് രാത്രി ഓടിച്ചാലും ഉണ്ടെ കുഴപ്പമൊന്നും അറിയാം, നമുക്ക് പിന്നെ കിടന്ന് ഉറങ്ങാനും നല്ലപോലെ ഉറങ്ങാനും പറ്റിയല്ല, റെസ്റ്റും കിട്ടത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇതിന് സീറ്റിന് പൊക്കം കൂടിയിട്ട് ഇനി വേണം ഗിയറിടണമെങ്കിൽ. എന്നാ നമുക്കേ ഹൈവേ കേറിയിട്ട് നോക്കാം. ഹൈവേ കേറിട്ട് നോക്കാം, അല്ല വഴിയിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നോക്കാം. ഇല്ലേ വല്ലോ പമ്പിലോ താപയിലോ എവിടെയെങ്കിലും കിടക്കാം. പമ്പിലോ താപയിലൊന്നും കിടക്കാവില്ല. ആദ്യം വിട്ടേ കൊതുകിനെ എറിഞ്ഞ് മറന്നുപോയി. കൊതുക് തന്നെയല്ല, ഇത് സീറ്റ് ഇടയില്ല, ഒരാൾക്കേ കിടക്കത്തുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ ഇടയുണ്ട്, പുറകെ പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടോട്ടൊരു പാവ വിരിച്ച് കയറി കിടന്നാ മതി. കയ്യിൽ ആകെ പാടെയുള്ളത് ബെഡ്ഷീറ്റും 2-3 ടോപ്പും 2 പാന്റുവാ. അപ്പോഴേ നമ്മളിത് തിരിച്ച് ഹൈവേയിലെത്തി. മുകളിൽ കൂടെ ഹൈവേ പോകുന്നത്, നമുക്ക് അതിന് അടിയിൽ കൂടെ മറ്റേ യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുക്കണ്ട, റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മതി. അത് സർവീസ് റോഡ് എടുത്ത് പോവാ. അതന്നെ അല്ല, നമ്മൾ അവിടെ നിന്നല്ലേ തിരിച്ചല്ലേ? അല്ല, നമുക്ക് അങ്ങോട്ടാ പോകണ്ടേ, റൈറ്റ് അല്ലേ? അതെ, ഇതിലേ പോയിട്ട് അങ്ങോട്ട് തിരിയും. കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷനായി, അതാ. അങ്ങോട്ട് പോയാ മതി. റൈറ്റ് തന്നെ ഞാൻ ഉദ്ദേശിച്ചേ. എനിക്ക് റൈറ്റ് ലെഫ്റ്റ് ഒന്ന് മാറിപ്പോയി. ഞാൻ ഓർത്തു ഞാൻ പറയുന്നത് ശരിയല്ലേ, പിന്നെ എന്താ പറഞ്ഞു. നേരെ ഹൈവേയിലേക്ക് കയറിയാ കടപ്പക്കല്ല വരുന്നത്. കടപ്പ് കടപ്പക്കല്ല്. നമ്മളെ മുറ്റത്തൊക്കെ ഇടുന്ന കറുത്ത ഒരു കല്ലില്ലേ, മുറ്റത്തിടുന്ന തന്നെയല്ല, ആ മുറ്റത്തിടാനല്ല ഉപയോഗിക്കുന്നത്, അല്ലാതെ തറക്കൊക്കെ ഉപയോഗിക്കും. ഈ കല്ല് പോലെ തന്നെ ഇരിക്കുന്ന. അതെ, കറുത്തയാണ്. അതാ കടപ്പക്കല്ല്, സ്ക്വയർ ഷേപ്പില്. ഈ NH44 ഒത്തിരി പഴയ ഹൈവേയാ. ഇവിടെ അല്ലാതെ ഫ്ലൈ ഓവറുകൾ പണിയാ, അതായത് കുറെ ക്രോസിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, വഴി വലുതാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു വണ്ടി ഉണ്ടോ, ഇട്ടിച്ച് തീർന്നു പോയി. റൂം നോക്കി പോന്ന് സമയം 11 മണിയായി. ഇതുവരെ റൂം സെറ്റായില്ല, കിട്ടിയില്ല. കുറച്ചേരോടെ നോക്കാം. എന്നിട്ട് റൂം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് പതുക്കെ അങ്ങ് പോവാം. എന്നിട്ട് നാളെ റൂം എടുത്ത് കിടക്കാം. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ അങ്ങ് പോവാൻ നോക്കിയിട്ട് റൂം കിട്ടുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അങ്ങ് പോയേക്കാം. കാര്യം റൂമുകളൊക്കെ ഈ ഹൈവേന്ന് ഉള്ളിലോട്ട് കയറിപ്പോ എവിടെയെങ്കിലും കാണും, തപ്പി പോണം. ഹൈവേ സൈഡിൽ എങ്ങനെയും റൂം കിട്ടിയ സൗകര്യമുണ്ട്, വണ്ടിയും പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ഈ ഉള്ളിലേക്കൊക്കെ കയറിപ്പോന്നിടത്തൊന്നും നമ്മുടെ ഈ വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കാണുകയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് അവിടെ ഇപ്പൊ ഒരു ലോഡ്ജ് കണ്ടില്ലേ, നോക്കി. പുറയിലൊരെണ്ണം ഉണ്ട്, പക്ഷെ അവിടെ വെട്ടവും വെളിച്ചവും ഒന്നും കാണുന്നില്ല, മൊത്തം ഇരുട്ടാ. ഞാൻ പോയി നോക്കിട്ട് വരാം. ബോർഡ് മാത്രമേ ഉള്ളൂ, പോയി നോക്കിട്ടോ. നമ്മൾ ബാംഗ്ലൂരിന് പോകുന്ന ആ സൈഡിൽ കൂടെ. പിന്നെ ഞാൻ റൂം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പോയി യൂട്ടേൺ എടുത്ത് വന്നു. വേണം ഇവിടെ പാർക്ക് ചെയ്യാൻ. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് വേണം വണ്ടി ഒതുക്കി കിട്ടണം, എന്നിട്ട് കയറി വരണം. ഇവിടെ റൂമുണ്ട്, അങ്ങനെ കയറ്റി കിട്ടോളേ. ഇന്നോട്ട് നല്ലപോലെ കയറി കിടക്കട്ടെ, റോഡ് സൈഡ് ആയതുകൊണ്ടേ മാക്സിമം കയറ്റി കിട്ടും. അപ്പോഴേ നമുക്ക് ഇവിടെ കിടന്നുറങ്ങിയിട്ട് കാലയിലേ പോവാം. ആദ്യം എണീറ്റണം കേട്ടോ. അതൊക്കെ എണീറ്റോളാം, കുഴപ്പമൊന്നുമില്ല. സമയം 11:30 കിടക്കുമ്പോൾ 12 മണിയാവും. ഞാൻ ബെഡ് അപ്പൊ ഫ്ലാറ്റ് ആവും. അപ്പൊ നമുക്കൊരു 6-7 ഒക്കെ ആകുമ്പം 8 മണിക്കുള്ളിൽ പോയിരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്യാം. നേരത്തെ പോണം, ഇല്ലേ വെയില് കൂടിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇഷ്ടപ്പെടണം. അതെ. ഇവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് വല്ല തണുത്ത 2 വെള്ളം മേടിച്ചോണ്ട് പോവാം. എന്നാ പിന്നെ ഇനി പോയി കിടന്നുറങ്ങിയേക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.